Hello everyone, welcome to Eco Education. So, നമ്മുടെ UGC നെറ്റ് കമ്പ്യൂട്ടർ സയൻസ് എക്സാമിൻ്റെ ആൻസർ കീ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ചലഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത് നാളെ, അതായത് 17th വരെയാണ്. ഓക്കെ, സോ അതിന് മുന്നേയായി നമ്മൾ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. അതാണ് നിങ്ങളുടെ അടുത്ത് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഈ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വിത്ത് അതിൻ്റെ കറക്റ്റ് ആൻസർ എന്താണ്, അത് എന്തുകൊണ്ട് അത് ഡൗട്ട്ഫുൾ ആയി അല്ലെങ്കിൽ ചലഞ്ചിങ് ആണ് എന്നതിൻ്റെ ഒരു പ്രൂഫും ഈ ഒരു സെഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഇത് നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചലഞ്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ചലഞ്ച് ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. മേ ബി ഒരു 2 മാർക്കിന് അല്ലെങ്കിൽ 4 മാർക്കിന് നെറ്റ് അല്ലെങ്കിൽ CRF മിസ്സാവുന്ന പലരുടെ കേസിലും ഈ ഒരു ക്വസ്റ്റ്യൻസ് ആയിരിക്കാം അവരുടെ രക്ഷക്കായി എത്തുന്നുണ്ടാവുക. ഓക്കെ, സോ നിങ്ങൾ ചെക്ക് ചെയ്യാം. നിങ്ങളുടെ ആൻസർ കീയും വെച്ച് നോക്കുന്ന സമയത്ത് NTA തന്നിട്ടുള്ള ആൻസർ കീ ഇത് റോങ് ആണ്. അപ്പോൾ ഈ ഒരു ആൻസർ കീ നിങ്ങൾ കറക്റ്റ് ആയിട്ടാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങൾ ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക എന്നുള്ളതാണ് ബേസിക് ആയിട്ടും പറയാനുള്ളത്. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് മൂവ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ തന്നിട്ടുള്ളത് the face of compiler face of a compiler which produce the symbol table produce ചെയ്യുന്ന കമ്പൈലറിന്റെ ഫേസ് ആണ് ചോദിച്ചിട്ടുള്ളത്. സിൻടാക്സ് അനാലിസിസ് തന്നിട്ടുണ്ട്, സെമാന്റിക് അനാലിസിസ് തന്നിട്ടുണ്ട്, ടാർഗറ്റ് കോഡ് ജനറേഷൻ തന്നിട്ടുണ്ട്, അതുപോലെ കോഡ് ഒപ്റ്റിമൈസേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇതിൽ NTA തന്നിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് സിൻടാക്സ് അനാലിസിസ് എന്നതാണ്. സോ ഇതെന്താണ്? റോങ് ആണ്. കറക്റ്റ് ആൻസർ ആയിട്ട് വരേണ്ടത് സെമാന്റിക് അനാലിസിസ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ID നോട്ട് ചെയ്യുക. 258. ഓക്കെ, 258 ആണ് ക്വസ്റ്റ്യൻ ID വരുന്നത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ID നോട്ട് ചെയ്യുക. ഇതിന്റെ ആൻസർ എന്താണ് വരേണ്ടത് എന്നുള്ളതും അതിന്റെ പ്രൂഫും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് കമ്പൈലർ പ്രിൻസിപ്പിൾ ടെക്നിക്സ് ആൻഡ് ടൂൾസ് എന്നുള്ള ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ 2nd എഡിഷനിൽ ആൽഫ്രഡ് അൽഹോന്റെ ബുക്കിലാണ് ഈ ഒരു പ്രൂഫ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടാവുക. ഇവിടെ ഇത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. സിമ്പിൾ ടേബിൾ എൻട്രി ആർ ക്രിയേറ്റഡ് ആൻഡ് യൂസ്ഡ് ഡ്യൂറിംഗ് ദ അനാലിസിസ് ഫേസ് ബൈ ദ ലെക്സിക്കൽ അനലൈസർ, ദ പാർസർ ആൻഡ് ദ സെമാന്റിക് അനലൈസർ എന്നുള്ളത്. ഓക്കെ, സോ ഇതിൽ നിന്ന് നമുക്ക് ഈ ഒരു ആൻസർ സെലക്ട് ചെയ്യാവുന്നതാണ്. ശരിക്കും വരുന്ന ലെക്സിക്കൽ അനാലിസിസ് ആണ്, അതിവിടെ തന്നിട്ടില്ല. ദെൻ പാർസർ ആൻഡ് സെമാന്റിക് അനലൈസർ എന്ന് തന്നിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ ഈ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവും, ചലഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടാവും എന്നുള്ളതാണ് കേട്ടോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്നതാണ് ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളത്. NTA തന്നിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. അപ്പോൾ ഓപ്ഷൻ 3യിൽ എന്ത് വരുന്നുണ്ട്? A വരുന്നുണ്ട്. A എന്നുള്ള സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. ദ പ്ലസ് പ്ലസ് ഓപ്പറേറ്റർ ക്യാൻ ബി ഓവർലോഡഡ് ടു പെർഫോം ഡിക്രിമെന്റേഷൻ ഓഫ് എ വേരിയബിൾ എന്നുള്ളതാണ് തന്നിട്ടുള്ളത്. പ്ലസ് പ്ലസ് ഓപ്പറേറ്റർ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഡിക്രിമെന്റേഷന് വേണ്ടിയിട്ടല്ല യൂസ് ചെയ്യുന്നത്, ഇൻക്രിമെന്റേഷന് വേണ്ടിയിട്ടാണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാവുന്നതാണ്. ക്വസ്റ്റ്യൻ ID വരുന്നത് 225. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ ID നോട്ട് ചെയ്യുക. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചലഞ്ച് ചെയ്യാവുന്നതാണ്. ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ പ്ലസ് പ്ലസ് ഓപ്പറേറ്റർ ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് ഇൻക്രിമെന്റിംഗ് ഡയറക്റ്റ്ലി. ഇൻക്രിമെന്റിംഗ് എന്ന് പ്രത്യേകം തന്നിട്ടുള്ളത്. സോ ഇവിടെ തന്നിട്ടുള്ളത് ഡിക്രിമെന്റേഷൻ ആണ്. ഓക്കെ, സോ ഇത് ചലഞ്ച് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് ഗിവൺ ബിലോ ആർ 2 സ്റ്റേറ്റ്മെന്റ്. One is labeled as assertion and other is labeled as reason. Assertion, reason ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്ക്രീറ്റ് സ്ട്രക്ചർ ആൻഡ് ഒപ്റ്റിമൈസേഷനിലെ ഗ്രൂപ്പ് തിയറി ആണ്. അസേഷൻ ആയിട്ട് തന്നിട്ടുള്ളത് ദ ഓർഡർ ഓഫ് ദ ഗ്രൂപ്പ് Z5 എന്താണ്? Z അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. Z5 അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ എന്താണ്? ഡിവൈഡ്സ് ദ ഓർഡർ ഓഫ് ദ ഗ്രൂപ്പ് Z13 അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ ഇവിടെ തന്നിട്ടുള്ള ഈ 2 ഗ്രൂപ്പും എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. 2 ഗ്രൂപ്പും 2 ഗ്രൂപ്പ് തന്നെ ആയിട്ടാണ് വരുന്നത്. അതായത് സെയിം ഗ്രൂപ്പോ സബ് ഗ്രൂപ്പ് എന്ന റിലേഷൻ ഇവിടെ വരുന്നില്ല. ഓക്കെ, ദെൻ റീസൺ നോക്കുക. ദ ഓർഡർ ഓഫ് ദ സബ് ഗ്രൂപ്പ് ഓഫ് എ ഗ്രൂപ്പ് ഡിവൈഡ് ദ ഓർഡർ ഓഫ് ദ ഗ്രൂപ്പ്. ഇതും എന്താണ്? സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. പക്ഷെ ഇതെന്തല്ല, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അസേഷന് കറക്റ്റ് ആയിട്ടുള്ള റീസൺ ആയിട്ട് വരുന്നില്ല. 2 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്, പക്ഷെ ഇതല്ല അതിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. സോ ആൻസർ NTA കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻ A ആണ്. കറക്റ്റ് ആൻസർ ആയിട്ട് വരേണ്ടത് ഓപ്ഷൻ B ആണ്. നോക്കുക, ഈ ഒരു സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ലാഗ്രാൻസ് തിയറം വെച്ചിട്ട് നമുക്ക് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ് ക്ലിയർ ആണ്, അത് കറക്റ്റ് ആണെന്നുള്ളത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും ഓൾസോ കറക്റ്റ് ആണ്. പക്ഷേ ഈ ഒരു സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ സബ് ഗ്രൂപ്പ് റിലേഷൻസ് വരുന്നുണ്ട്. ആ ഒരു റിലേഷൻ നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ വരാത്തത് കൊണ്ട് തന്നെ, അതായത് Z5ഉം Z13 എന്ന് പറഞ്ഞ 2 ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ആണ്. സെയിം ഗ്രൂപ്പോ അല്ലെങ്കിൽ സബ് ഗ്രൂപ്പ് റിലേഷൻ അവിടെ എന്താണ് വരുന്നില്ല. സോ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവും? ചലഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ആൻസർ ആയിട്ട് വരേണ്ടത് ഓപ്ഷൻ B ആണ്. ഓക്കെ, ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ.
ഇതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ടോട്ടൽ 4 ക്വസ്റ്റ്യൻസ് ആണ് ചലഞ്ചിങ് ആയിട്ട് വരുന്നിട്ടുള്ളത്. സോ 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? ഇൻ എ മൾട്ടി ഏജന്റ് സിസ്റ്റം വാട്ട് ആർ ദ കീ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻഡിവിജ്വൽ ഏജന്റ്സ് എന്നുള്ളതാണ്. ഇവിടെ നോക്കുന്ന സമയത്ത് ദേ മസ്റ്റ് ബി ഐഡന്റിക്കൽ ഇൻ ദെയർ കാബിലിറ്റി ആൻഡ് ഗോൾസ് എന്നുണ്ട്. ഇത് റോങ് ആണ്. ദെൻ ദേ ആർ ഓട്ടോണോമസ് ആൻഡ് ആക്ട് ഇൻഡിപെൻഡന്റ്ലി എന്നുള്ളത് കറക്റ്റ് ആണ്. ദേ ഇന്ററാക്ട് വിത്ത് ഈച്ച് അതർ ആൻഡ് ദെയർ എൻവയോൺമെന്റ് എന്നുള്ളത് കറക്റ്റ് ആണ്. ഈ ഒരു 4th സ്റ്റേറ്റ്മെന്റ്, അതായത് ഡിയിൽ എന്താ തന്നിട്ടുള്ളത്? ദേ ആർ കൺട്രോൾഡ് ബൈ സിംഗിൾ സെൻട്രലൈസ്ഡ് അതോറിറ്റി ഓൾ ടൈംസ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ റോങ് ആയിട്ടുള്ളത്. NTA തന്നിട്ടുള്ള ആൻസർ BCD ആണ്. പക്ഷെ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ബിയും സിയും മാത്രമാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിൽ വരുന്നില്ല. സോ ഈ ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിട്ടും ഡ്രോപ്പ് ചെയ്യപ്പെടേണ്ടതാണ്. ഓക്കെ, കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഇവിടെ ആ ഒരു സെൻട്രലൈസ്ഡ് എന്നുള്ളത് നോക്കുക. വാട്ട് ഈസ് സം ടൈം കോൾഡ് ഡീസെൻട്രലൈസ്ഡ്. എല്ലാ ടൈംസിലും സെൻട്രലൈസ്ഡ് അല്ല, ഡീസെൻട്രലൈസ്ഡും വരാം. ഓക്കെ, സോ ആ ഒരു കാരണം കൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യനും എന്താണ്? റോങ് ആണ്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ചലഞ്ചിങ് ആയിട്ട് വരുന്നത്. എല്ലാ പ്രാവശ്യവും നോർമൽ കേസിൽ ഒരു 10-12 ക്വസ്റ്റ്യൻസ് കമ്പ്യൂട്ടർ സയൻസിൽ ചലഞ്ചിങ് ആയിട്ട് അല്ലെങ്കിൽ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇത്തവണ 4 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ 4 ക്വസ്റ്റ്യൻസും നമുക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആൻസർ ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ എല്ലാവരും ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കുക. എന്നിട്ട് ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്.